ദുർമരണങ്ങള് പലത് നടന്ന തറവാട് പൂട്ടിയിരിക്കുന്ന മുറികളാണ് അവിടെ. ഇത് ചെയ്തവനെ ഞാൻ പൂട്ടും. വൻ ദൃശ്യമികവോടെ മണിച്ചിത്രത്താഴ് റീലീസ് ടീസർ. ഹെയർ ത്രില്ലർ മൂഡിൽ ഒരുക്കിയിരിക്കുന്ന ടീസർ കൂടി പുറത്തുവന്നതോടെ ഏറെ ആവേശത്തിലാണ് മലയാള സിനിമാ സ്വാദകരും ആരാധകരും. മലയാള സിനിമയിലെ എക്കാലത്തെയും ക്ലാസ് ചിത്രമായ മണിച്ചിത്രത്താഴിന്റെ റിലീസ് ടീസർ പുറത്തുവിട്ടു. മലയാളികൾക്ക് ഇന്നും മനപാഠമായ ചിത്രത്തിലെ സംഭാഷണങ്ങളും രംഗങ്ങളും കോർത്തിണക്കിയാണ് ടീസർ റിലീസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം മികച്ച ദൃശ്യമികവും. ഹെയർ ത്രില്ലർ മൂഡിൽ ഒരുക്കിയിരിക്കുന്ന ടീസർ കൂടി പുറത്തുവന്നതോടെ ഏറെ ആവേശത്തിലാണ് മലയാള സിനിമാ സ്വാദകരും ആരാധകരും. 1993 ഫാസിലിന്റെ സംവിധാനത്തിൽ ആയിരുന്നു മണിച്ചിത്രത്താഴ് റിലീസ് ചെയ്തത്. മോഹൻലാൽ, സുരേഷ് ഗോപി, തിലകൻ, നെടുമുടി വേണു, ഇന്നസെന്റ്, സുധീഷ്, KPC ലളിത തുടങ്ങിയവർ ഖസറിയപ്പോൾ ഗംഗ, നാഗവല്ലി എന്നീ കഥാപാത്രങ്ങളായി എത്തി ശോഭന പ്രകടനത്തിൽ അമ്പരപ്പിച്ചിരുന്നു. മലയാളത്തിലെ വൻ ഹിറ്റിന് പിന്നാലെ മണിച്ചിത്രത്താഴ് ഇതര ഭാഷകളിലും റീമേക്ക് ചെയ്തിരുന്നു. റിലീസിലൂടെ പുതിയ തലമുറയ്ക്ക് ചിത്രം ബിഗ് സ്ക്രീനിൽ കാണാനുള്ള അവസരമാണ് ഒരുങ്ങുന്നത്. അതേസമയം മോഹൻലാലിന്റെ മറ്റൊരു സിനിമയും റിലീസിന് ഒരുങ്ങുകയാണ്. ദേവദൂതൻ ആണ് ആ ചിത്രം. സിബി മലയിൽ സംവിധാനം ചെയ്ത ചിത്രം ജൂലൈ 26 തിയേറ്ററുകളിൽ എത്തും. നേരത്തെ ഭദ്രന്റെ സംവിധാനത്തിൽ റിലീസ് ചെയ്തു വൻ ഹിറ്റായി മാറിയ സ്ഫടികവും റിലീസ് ചെയ്തിരുന്നു. ബിഗ് സ്ക്രീനിൽ വീണ്ടും ആ ക്ലാസിക് പ്രകടനം. കൂടുതൽ മിഴിവോടെ ദേവദൂതൻ ഇനി 4 ദിവസം. ബറോസ് ആണ് മോഹൻലാലിന്റേതായി റിലീസിന് ഒരുങ്ങുന്ന ചിത്രം. സെപ്റ്റംബർ 12 റിലീസ് ചെയ്യുക. മോഹൻലാലിന്റെ സംവിധാനത്തിൽ എത്തുന്ന ആദ്യ ചിത്രം എന്ന പ്രത്യേകതയും ബറോസിന് ഉണ്ട്. ബറോസിനെ അപ്പം മറ്റൊരു സിനിമ കൂടി റിലീസിന് ഒരുങ്ങുന്നുവെന്നാണ് വിവരം. ടൊവിനോ തോമസിന്റെ ബിഗ് ബജറ്റ് 3D ചിത്രം അജയന്റെ രണ്ടാം മോഷണമാണ് ആ ചിത്രം. സെപ്റ്റംബർ 12 സിനിമ റിലീസ് ചെയ്യുമെന്നാണ് ട്വിറ്ററിലെ പ്രചരണം. ശാസ്താവാണ്, ഹരിഹരസുതനാണ് സത്യം. ഇത് ചെയ്തവനെ ഞാൻ പൂട്ടും. മണിച്ചിത്ര പൂട്ടിട്ട് ഞാൻ പൂട്ടും. രണ്ടാം വരവിൽ തിയേറ്ററുകളിൽ തരംഗമായി ദേവദൂതൻ. രണ്ടാം വാരത്തിലേക്ക് ഒരു സിനിമ തിയേറ്ററുകളിൽ വിജയം നേടുക എന്നത് ഇപ്പോൾ തീർത്തും വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ്. എന്നാൽ മലയാള സിനിമയെ സംബന്ധിച്ച് 2024 മികച്ചൊരു വർഷമായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ അവസരത്തിൽ പഴയൊരു ചിത്രം വീണ്ടും റിലീസ് ചെയ്താൽ എന്താകും അവസ്ഥ? 24 വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററുകളിലെത്തിയ ദേവദൂതൻ എന്ന ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മോഹൻലാൽ നായകനായി എത്തിയ ദേവദൂതൻ CB മലയിലിന്റെ സംവിധാനത്തിൽ 2000 റിലീസ് ചെയ്ത ചിത്രം അന്ന് വലിയ പരാജയമാണ് നേരിട്ടത്. പക്ഷേ ചിത്രത്തിലെ പാട്ടുകളും BGMഉം കഥാപാത്രങ്ങളും എല്ലാം ഏറെ ശ്രദ്ധ നേടിയിരുന്നു. എന്നാൽ രണ്ടാം വരവിൽ വൻവരവേൽപ്പാണ് ദേവദൂതന് ലഭിച്ചിരിക്കുന്നത്. 4K ദൃശ്യമികവോടെ റിലീസ് ചെയ്ത ചിത്രം പ്രേക്ഷകർ ഒന്നടങ്കം ഏറ്റെടുത്തു. പ്രത്യേകിച്ച് യുവതലമുറ. ബോക്സ് ഓഫീസിലും മികച്ച പ്രകടനമാണ് ആദ്യദിനം മുതൽ ദേവദൂതൻ കാഴ്ചവെക്കുന്നത്. നിലവിൽ രണ്ടാം വാരത്തിലേക്ക് കടന്നിരിക്കുകയാണ് ചിത്രം. ഇതുവരെ 2.20 കോടി രൂപയാണ് ചിത്രം നേടിയിരിക്കുന്നത്. ഒരു പരാജയ ചിത്രം വീണ്ടും തിയേറ്ററിലെത്തിയപ്പോൾ കിട്ടിയ മികച്ചൊരു കളക്ഷനാണ് ഇതെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നു. ജൂലൈ 26 ദേവദൂതൻ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത്. ആദ്യദിനം 56 തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ചിത്രം രണ്ടാം ദിനം 100 വർദ്ധിപ്പിച്ചിരുന്നു. രണ്ടാം വാരത്തിലേക്ക് കടക്കുമ്പോൾ തിയേറ്റർ കൗണ്ടിൽ വലിയ വ്യത്യാസമുണ്ട്. 100 നിന്നും 143 തിയേറ്ററുകളിലാണ് ദേവദൂതൻ പ്രദർശിപ്പിക്കുന്നത്.